ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8 മണി മുതൽ ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ, വിവിപാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമാണ്. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും. വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. സ്വീകരണ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള തിരക്കൊഴിവാക്കാനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ വിതരണ കേന്ദ്രങ്ങളിലും 12-14 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഒരു കൗണ്ടർ എന്ന ക്രമത്തിൽ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കൗണ്ടറിലും അനുവദിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കും. ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്ക് അലൗട്ട് ചെയ്യുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ വിവരം അതാത് വിതരണ കേന്ദ്രങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിച്ചിരുന്നു. നമുക്ക് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വളരെ സുഗമമായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം, ലഘുഭക്ഷണശാല, ഹെൽപ്പ് ഡെസ്ക്, അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കുകയും ചെയ്തു. കൂടാതെ പോളിംഗ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതിനുള്ള വാഹനത്തിന്റെ റൂട്ട് നമ്പർ, റൂട്ട് ഓഫീസർമാരുടെ പേര്, ഫോൺ നമ്പറും എന്നിവയും വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലവും വിതരണ കേന്ദ്രത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. പോളിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർ പ്രവർത്തനക്ഷമമാകേണ്ട ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും പ്രവർത്തനക്ഷമമാകുന്നതിനും പ്രത്യേകം ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചു. പോളിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് സ്വീകരണ കേന്ദ്രങ്ങളിൽ സാമഗ്രികൾ തിരിച്ചേൽപ്പിച്ച ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.